സോ ഹായ് ഫ്രണ്ട്സ്, ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടൊരു മീൻ കറിയാണ് ചെയ്യുന്നത്, പുള്ളിമോദക്കറി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് പുള്ളിമോദയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പുള്ളിമോദയ്ക്ക് പറയുന്നത്? കമൻറ്റ് ചെയ്യണേ. കാരണം അവിടെ വേറെന്തോ ഒരു പേര് പറയുന്നത് കേട്ടു, ഒന്ന് മാഹിയോ അങ്ങനെ എന്തോ, എനിക്കറിയില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല, അറിയാമെങ്കിൽ എനിക്കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പല പല പേരുകൾ. അപ്പം റെസിപ്പി ഉണ്ടല്ലോ. ഓക്കേ, കമോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടി ഒന്ന് വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. ഇതൊന്ന് ലൈറ്റായിട്ട് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 5 ചെറിയുള്ളി ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്കൊരു 2 തണ്ട് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം നമുക്ക്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം. ഇപ്പോൾ ഇത് ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടിയുടെയൊക്കെ ഒരു റോ സ്മെല്ല് മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോയിലാക്കിയിട്ട് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്കൊരു 3 പീസ് വാളംപുളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 3 കപ്പ് വെള്ളമാണ് നമ്മൾ ടോട്ടലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം നിങ്ങൾ നോക്കിയിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. സാധാരണ ഈ മോദ മീൻ കുറച്ച് കട്ടിയായിരിക്കും അതിൻ്റെ ആ ഒരു മാംസത്തിന്. ഇനി വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം, പെട്ടെന്നൊന്ന് തിളച്ച് കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഒരുപാട് ചെറുതല്ല, ഒരുപാട് വലുതുമല്ല, ഒരു മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മീനെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഇതിൻ്റെ അരപ്പ് മീനിൻ്റെ മുകളിലായിട്ട് കുറച്ചിങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് അങ്ങ് ഇളക്കുന്നൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇനി ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി അതൊന്ന് ബാലൻസ് ചെയ്താൽ മതി. അപ്പം ഈ ഒരു പുള്ളിമോദക്കറി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് ഈ ഒരു മീൻ കറിക്ക്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ടൈം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.